ഇത് അരുണാചൽ പ്രദേശിലെ സിംഘായി എന്ന മലയോര ഗ്രാമം. അവിടുത്തെ മലമുകളിൽ കാലങ്ങൾക്ക് മുമ്പേ ദൈവം ഒരു മഹാരഹസ്യം ഒളിപ്പിച്ചു വെച്ചു. അത് സ്വന്തമാക്കുവാൻ പലരും കാടും മലയും താണ്ടിയെത്തി. പക്ഷേ ആ രഹസ്യം കാത്തു പരിപാലിച്ചു വന്നത് കാട്ടുമൃഗങ്ങളും തലമുറകൾ താണ്ടി വന്ന വീരന്മാരുമായിരുന്നു. അവരുടെ വാളിൻ്റെ മൂർച്ച ശത്രുവിൻ്റെ തലകൾ തകർത്തു. കാലങ്ങൾ കൊണ്ട് പല സിദ്ധികളും നേടിയിരുന്ന അവർ ശത്രുവിൻ്റെ ഓരോ ചലനങ്ങളും നീക്കങ്ങളും ദൂരെ ഇരുന്ന് സൂക്ഷ്മദൃഷ്ടിയിൽ കണ്ടുവന്നിരുന്നു. ഇതാ ആ ഗ്രാമത്തിൽ നാളെ ഉത്സവം തുടങ്ങുകയാണ്. അവിടുത്തെ ദേവന്റെ ഉത്സവത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഗ്രാമത്തിലെ ജനങ്ങൾ ചേർന്ന് ആ ഗ്രാമം അലങ്കരിക്കുകയാണ്. പൂമാലകളും തോരണങ്ങളും ദീപങ്ങളും കൊണ്ട് അവർ ആ നാടിനെ സുന്ദരിയാക്കി. സന്ധ്യയോടെ കച്ചവടക്കാരും കാഴ്ചക്കാരും ആ ഗ്രാമത്തിലേക്ക് ഒഴുകി. അവരുടെ കാലടികൾ മലമുകളിൽ പ്രകമ്പനം കൊണ്ടു. ആ ദിവസം രാത്രിയുടെ ഇരുട്ടിൽ മറയുമ്പോൾ ഒരു ചെറിയ വീട്ടിലിരുന്ന് ചിലർ ഗൂഢാലോചന നടത്തുകയായിരുന്നു. അവരുടെ ലക്ഷ്യം കാലങ്ങൾ കടന്നു വന്ന ആ രഹസ്യം. നമ്മുടെ പദ്ധതി ആരും പുറത്തറിയാൻ. നേരം പുലർന്നു. ആ ഗ്രാമത്തിലേക്ക് വെളിച്ചം അരിച്ചിറങ്ങി. പലരും അപ്പോഴേക്കും ഉണർന്നു കഴിഞ്ഞിരുന്നു. പ്രപഞ്ചവും എന്തിനൊക്കെയോ വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. ശേഷം ഇതാ ഉത്സവം ദേവനെയും കൊണ്ട് മലമുകളിലേക്ക് യാത്രയാകുന്നു. ആളുകൾ അകമ്പടിയേറ്റു. താളമേളങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച് അവർ മുന്നോട്ട് നീങ്ങി. കാടിന് നടുവിലെത്തിയപ്പോൾ മേഘം കറുത്തു വന്നു. അവരുടെ വഴിയുടെ മധ്യത്തിൽ ഒരു കാട്ടുപോത്ത് വന്ന് തടസ്സം നിന്നു. ആളുകൾ കാര്യമാക്കാതെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ നിരവധി കാട്ടുപോത്തുകൾ വന്ന് ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറി. ആളുകൾ ചിതറിയോടി. പക്ഷേ ഗ്രാമീണരെ മാത്രം അവർ ഒന്നും ചെയ്തില്ല. പക്ഷേ ചിലരെ അവർ ഇടിച്ചും ചവിട്ടിയും കൊമ്പിൽ കോർത്തു. അപ്പോഴും ചിലർ ഓടുകയായിരുന്നു ജീവൻ രക്ഷിക്കാൻ. അവർ ചെന്ന് കയറിയത് വീരുവിൻ്റെ വീട്ടിലേക്കാണ്. ധ്യാനത്തിലായിരുന്ന അവർ വാതിൽ മുട്ടുകെട്ട് വാതിൽ തുറന്നു. അകത്തെ കയറി വരൂ. എന്തുപറ്റി? കാട്ടുപോത്തുകൾ ഞങ്ങളെ ആക്രമിച്ചു. ശരി, ഞാൻ പുറത്തു പോയി നോക്കട്ടെ. വെളിയിലെല്ലാം ശാന്തമാണ്. വേഗം നന്ദി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിലുള്ളവർ എല്ലാവരും മരിച്ചു. വരൂ, വേഗം വീട്ടിലേക്ക് പോകാം. വേഗം നടക്കും. ഇനി അച്ഛൻ മാത്രമാണ്